അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ എന്ന് പറയുമ്പം ആ തവക്കുലിൻ്റെ കുറവാണ്. ആ തവക്കുലിൻ്റെ കുറവിന് കാരണം എന്താണ്? എപ്പോഴാണ് നമ്മൾ തവക്കുൽ ചെയ്യുക? നമ്മൾ അള്ളാഹുവിനെ നമുക്ക് നല്ലൊരു വിശ്വാസം വേണം. എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണെന്നുള്ളത് ആ വിശ്വാസം അള്ളാഹുവിനെ പറ്റി ഇല്ല. അതാ പ്രശ്നം. അത് അള്ളാഹിനെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, ബസീറാണ്, സമീ ആണ്. എല്ലാം കാണുന്നൊരു റബ്ബ്, എല്ലാം കേൾക്കുന്നൊരു റബ്ബ്. ആ റബ്ബ് അത് അള്ളാഹു മാത്രമാണ്. എല്ലാം കാണാനും കേൾക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ അയാളെങ്ങനെ പിന്നെ ബദരീങ്ങളെ വിളിക്കുക? അയാളെങ്ങനെ മമ്പുറത്തെ തങ്ങളെ വിളിക്കുക? പുത്തമ്പള്ളി തങ്ങളെ വിളിക്കുക? അജ്മീറിലെ ഹോജൻ എങ്ങനെ അയാൾ വിളിക്കുക? കാരണം എല്ലാം അറിയുന്ന അജ്മീർ ഹാജയ്ക്ക് എല്ലാം അറിയാൻ കഴിയില്ല അല്ലേ? മമ്പുറം തങ്ങൾക്ക് എല്ലാം അറിയാനുള്ള കഴിവില്ല, എല്ലാം കേൾക്കാനുള്ള കഴിവില്ല. അള്ളാഹിൻ്റെ റസൂലിന് വരെ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഞാൻ ഇവിടെ എന്താ പറയണമെന്ന് അറിയാനുള്ള കഴിവില്ല. ഞാൻ എന്താ ഇവിടെ ചെയ്യണമെന്ന് അറിയാനുള്ള കഴിവ് അള്ളാഹിൻ്റെ റസൂലിന് പോലും ഇല്ല. പിന്നല്ലേ ബാക്കി തങ്ങന്മാർ. ഏറ്റവും വലിയ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ തങ്ങൾക്ക് പോലും അതിനുള്ള കഴിവില്ല. അപ്പോൾ അള്ളാഹിനെ പറ്റി അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. എൻ്റെ റബ്ബ് അതിന് പോന്നവനാണ്. ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി എന്നൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ റബ്ബിനെ പറ്റി അങ്ങനെ ഒരു വിശ്വാസവും അങ്ങനെ ഒരു യഖീനും ഉണ്ടാകണം. അപ്പോഴെന്ത് ചെയ്യുള്ളൂ? ശരിക്കും ഭരമേൽപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താ നിങ്ങൾ മനുഷ്യന്മാരെ നമ്മൾ പേടിച്ചരുത്. നമ്മളൊക്കെ ഒരു കുഴപ്പം എന്താ പറയുക? ആൾക്കാരെന്താ വിചാരിച്ച, കുടുംബക്കാരെന്താ വിചാരിച്ച, നാട്ടുകാരെന്താ വിചാരിച്ച, ഓലെന്താ വിചാരിച്ച. നമ്മളാകെ ആലോചിക്കേണ്ട നിങ്ങൾ അള്ളാഹ് എന്താ വിചാരിച്ചാണ്. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. എൻ്റെ റബ്ബ് എന്താ വിചാരിക്കുക എന്നാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളൂ. എന്നെ പറ്റി ഞാനിപ്പോൾ അങ്ങനെ ചെയ്താൽ, ഞാനിപ്പോൾ ആ പള്ളിക്ക് സ്ഥലം ചോദിച്ചിട്ട് ഞാനത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്താ വിചാരിക്കുക? ഞാൻ 100 കൂട്ടം നുണ പറയാം. അത് ഞാനും എൻ്റെ പെണ്ണുങ്ങൾ അമ്മോനും കൂടി വാങ്ങിയ സ്ഥലമാണ്, അത് എനിക്കിഷ്ടമുണ്ട് തരാൻ, മൂപ്പർക്ക് സുന്നിയാണ്, മൂപ്പർക്ക് ഇഷ്ടമല്ല. ഒരാൾ പള്ളിക്ക് സ്ഥലം ചോദിച്ചാൽ പറഞ്ഞാണ്. അപ്പം എന്താണ്? അതൊന്നല്ല, അങ്ങനെ പറഞ്ഞാൽ ബോധ്യപ്പെടും. നമ്മളെന്താ ഞാൻ പറഞ്ഞു നോക്കട്ടെ, മൂപ്പരോട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല സഹോദരങ്ങളെ. അന്തരങ്ങൾ അത് അള്ളാഹുവില്ല. നമ്മൾ ഓലെന്ത് ആരെന്തെങ്ങനെ പടച്ചോന് എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും? ഞാനിപ്പോൾ ആ സ്ഥലം ചോദിച്ചിട്ട്, ആ സ്ഥലം പള്ളിക്ക് ചോദിച്ചിട്ട്, നല്ലൊരു കണ്ണായ സ്ഥലമാണ്, അവിടെ ഒരു പള്ളി വന്നാൽ എത്ര ആൾക്കാർ നിസ്കരിച്ചാൽ വരും. ആ നിസ്കരിക്കണ കൂലിക്ക് എനിക്ക് കിട്ടൂലേ? ഇനി നമ്മൾ പൈസ കൊടുത്തിട്ട് ആ സ്ഥലം വിറ്റാലും, കുറച്ച് പൈസ വാങ്ങിയിട്ടാണെങ്കിലും ആ സ്ഥലം ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ, നമ്മൾ ചെയ്തു കൊടുത്ത ആ സൗകര്യത്തിന് നമുക്കൊരു കൂലി ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ്? അതെന്താ പറയുക? അങ്ങനെ നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ വെച്ചാൽ പടച്ചോൻ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ വിചാരിക്കണില്ല. നമ്മളപ്പോഴും വിചാരിക്കണം എന്താണ്? എൻ്റെ മക്കളെന്താ, ഞാനിപ്പോൾ ഈ വയസ്സാം കാലത്ത് ആ സ്ഥലമൊക്കെ കൂടി പള്ളിക്ക് കുറച്ച് പൈസക്കാണ് കൊടുത്താൽ എൻ്റെ മക്കളെന്താ വിചാരിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുക. എൻ്റെ മരുക്കളെന്താ വിചാരിക്കുക എന്നപ്പോൾ ഞാൻ വിചാരിക്കണം. അല്ല, പടച്ചോൻ എന്താ വിചാരിക്കുക എന്നല്ല നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമ്മളെന്താ ആൾക്കാരെന്ത് വിചാരിക്കും എന്നതിൽ നിന്ന് മാറി എൻ്റെ റബ്ബ് എന്താ വിചാരിച്ചതെന്ന് നമ്മൾ ഏത് കാര്യത്തിലും ആദ്യം അതാണ്, എൻ്റെ റബ്ബ് ഇപ്പം എന്താ വിചാരിച്ച. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു എന്നെപ്പറ്റി തൃപ്തിപ്പെട്ടുകണമെങ്കിൽ പിന്നെ ആര് വെറുത്താലെന്താ? കുൽമൂത്തൂബി വയലിക്കുന്ന ആളെ പറഞ്ഞ്. മുസ്ലിങ്ങളോട് ഏറ്റവും അമർഷമുള്ളത്, ഏറ്റവും അസൂയുള്ള ആൾക്കാർ യഹൂദന്മാരാണ്. മുസ്ലിങ്ങൾ നശിച്ചിരുന്നെങ്കിൽ, മുസ്ലിങ്ങൾ കഷ്ടപ്പെടണമെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഹൂദന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നോക്കിയ ആൾക്കാരാണ് യഹൂദന്മാർ. പ്രവാചകന്മാരെ വീർച്ചവാളുകൊണ്ട് മുറിച്ച് കൊന്നവരാണ്. സക്കരിയ നബിയെ കൊന്നവർ, യഹ്യാ നബിയെ കൊന്നവരാണ് യഹൂദന്മാർ. പ്രവാചകന്മാർ ഈർച്ചവാൾ കൊണ്ട് മുറിച്ച് രണ്ടാക്കിയവരാണ് യഹൂദന്മാർ, ബനു ഇസ്രായേൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവരാണ്. നബിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നബിൻ്റെ തലയ്ക്ക് വലിയ കല്ല് കെട്ടി കാണാതെ കല്ലുകൊണ്ട് ഇടാനുള്ള പ്ലാൻ ചെയ്തവരാണ് യഹൂദന്മാർ. ഓരോട് അള്ളാഹ് പറഞ്ഞെന്തര്? കുൽ മൂതൂബി വയലിക്കും, പോയി ചത്തോളിയടാന്നാ പറഞ്ഞത്. പോയി ചത്തോളിയടാന്നാ പറഞ്ഞത്. അല്ലേ, മൂത്ത് പറഞ്ഞ മരിച്ചോളിയും നമ്മളല്ലേ, പോയി ചത്തളട അറിയില്ലേ? അതന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ എന്താരെ പേടിച്ചാൽ പോയി ചത്തോളിയിടാന്നാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ നിലപാട്. അള്ളാൻ്റെ തൃപ്തി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ ആരെ തൃപ്തി കിട്ടിയില്ലെങ്കിൽ അത് കൂട്ടിയാൽ കൂടൂല സഹോദരങ്ങളെ. ആ വിടവ്, ആ ഗ്യാപ്പ് പിന്നെ കൂട്ടിയാൽ കൂടൂല. ആര് നമ്മളെപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP, പ്രധാനമന്ത്രിയല്ല, ഇനി ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളെപ്പറ്റി സന്തോഷവാനാണെന്ന് പറഞ്ഞാലും അള്ളാഹ് നമ്മളെപ്പറ്റി സന്തോഷവാനല്ലെങ്കിൽ
അതോടുകൂടി കഴിഞ്ഞു. പിന്നെന്താ പറയുക, നിങ്ങൾ അടുത്ത് താരതമ്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തൻ പുതിയ വണ്ടി എടുത്തു, ഒരുത്തൻ പഴയ വണ്ടി എടുത്തു, ഒരുത്തൻ എങ്ങോട്ടോ ശ്രീലങ്കയ്ക്ക് പോയി ഇങ്ങനെ നടക്കണ്ടായിക്കൂടെ അങ്ങനെ ഫോട്ടോ ഇട്ടൊക്കെയാണ്. മറ്റോ വിയറ്റ്നാമിൽ പോയി കണ്ട് അവിടെ കടലിൽ കൂത്തം മറിയണ ഫോട്ടോ, കടലിൻ്റെ അടിയിൽ മീനിനെ കാണുന്ന ഫോട്ടോ ഇട്ടിക്കണം. ഇവിടെ ഊട്ടിക്ക് വരെ പോകാൻ കായില്ലാടെ കുത്തിരിക്കുക. സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും വൈകല്യങ്ങളും രോഗങ്ങളും പ്രതിസന്ധി, എന്തെങ്കിലും സമാധാനം കിട്ടാനാണ് ഫേസ്ബുക്ക് തുറക്കണത്. അപ്പോൾ നോക്കുമ്പോൾ വിയറ്റ്നാമിൽ കടലിൻ്റെ അടിയിൽ പോയിക്കണത് കാണുന്നതാണ്. ഇവിടെ ഡൈവേഴ്സായി ഇങ്ങനെ അന്തല്ലാതെ കുത്തിരിക്കുമ്പോഴാണ് ഓൻ്റെ 25ാമത്തെ ആനിവേഴ്സറി കാണുന്നത്. അപ്പോൾ വലിയ സമാധാനമൊന്നും കിട്ടൂല. കിട്ടാത്ത നമ്മൾ മനുഷ്യന്മാരാണ്, കിട്ടൂല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. സഹോദരങ്ങളെ, അപ്പം സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണ്, ദുന്യാവിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ കുറച്ച് കാലെങ്കിലും പെണ്ണ് കെട്ടിയതിൽ ജീവിച്ചല്ലോ, ഇപ്പോഴല്ലേ ഓള് പോയത്. ഇവിടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പെണ്ണെന്നെ കിട്ടണില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയാണ്, ഒരു ഇറച്ചി കടക്കാരനല്ല, എന്താ പറയുക, ഇറച്ചി വെട്ടുന്ന ആളാണ് ഇപ്പോൾ ഓൻ്റെ മകളെ കെട്ടിയത്. 25 പവൻ ഇങ്ങോട്ട് കൊടുത്തേക്കാണ്. ഏത് കിട്ടേണ്ട, അതായത് ഈ പെൺകുട്ടിയാക്കുന്ന ഇറച്ചിയിടണവരെ വേണ്ടപ്പോ, ഇറച്ചിയിട്ടവന് പെണ്ണിട്ടണ്ടേ. അപ്പോൾ 25 പവനും പുതിയ iPhone 17 അങ്ങോട്ട് കൊടുത്തേക്കാണ്. നിങ്ങൾ ആലോചിക്കും, പെണ്ണുങ്ങളുടെ ഒരു ഭാഗ്യം നോക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൈവോഴ്സ് ആയിരിക്കും. നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു വിവാഹം ചെയ്തെങ്കിലും കിട്ടിയല്ലോ. ഇവിടെ ഈ സാധുക്കൾക്ക് പെണ്ണെന്നെ കിട്ടാൻ ഉത്തരക്ക് ഇപ്പോഴത്തെ ചെക്കന്മാർക്ക്. നമ്മൾ ദുന്യാവിൽ നമ്മളെക്കാൾ താഴേക്കുള്ളവർക്കാണ് നോക്കേണ്ടത്. നമ്മളെപ്പോഴും മോളിക്കാ തുറന്നിച്ചാണ് ക്യാമറ. നമ്മളെ മേലെന്താ നടക്കണമെന്നാണ്. ഏത് ഒരു ഗതിയില്ലാത്തോ മറ്റോ വാങ്ങിയ വണ്ടിയും ഓൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയും, ഓൻ വിയറ്റ്നാമിൽ പോയതും ഓൻ ശ്രീലങ്കയിൽ പോയതും ഓൻ ദുബായ് ബുർജ് ഖലീഫിൻ്റെ മേലെന്ന് ഫോട്ടോ എടുത്തതും. സഹോദരങ്ങളെ, അതിങ്ങനെ നോക്കി നിന്നാൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടുക? അതന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ കണ്ടതും കേട്ടതും തിന്നതൊക്കെ അങ്ങനെ തള്ളി മറിച്ച. അപ്പോൾ അത് കണ്ടാൽ സമാധാനം ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് താരതമ്യം നമ്മളിങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സമാധാനക്കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ നിങ്ങൾ അള്ളയും റസൂലും പറഞ്ഞാൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ താഴത്തേക്ക് നോക്കുക. നമ്മളെക്കാൾ എത്രയോ ഗതിയില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്ക്, നമുക്കിപ്പോൾ ചെന്നിട്ട് കടന്നുറങ്ങാൻ ഒരു പെരല്ലേ, ഒന്നില്ലെങ്കിൽ നമുക്കൊരു കട്ടിലല്ലേ, ഒരു പെരല്ലേ. നമുക്ക് ചെന്നപ്പോൾ ഒന്നും അവിടെ ചപ്പാത്തിയോ, ചപ്പാത്തി ഷുഗർ ഉണ്ടെങ്കിൽ ചപ്പാത്തിയെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അല്ലേ? ഇനി വലിയ ചെന്നിട്ടുണ്ടാവും. അതുമില്ലാത്ത ആ പലസ്തീനിലൊക്കെ എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്ക്, ഒരു മര്യാദയ്ക്ക് കടന്നുറങ്ങാം. മറ്റേ ഒരു ഡ്രസ്സ് മാറ്റാൻ പ്രൈവസി, ഒരു റൂം പോലും പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ടൊരു സ്പേസ് ഇല്ലാത്ത ആൾക്കാർ ലോകത്ത് എത്ര ഉണ്ട്. ബോംബും യുദ്ധമായിട്ട്, അസുഖങ്ങൾ കൊണ്ട്, അല്ലേ? സ്വന്തം മേത്തുനിന്ന് ആ ഒരു പുതപ്പിൻ്റെ മേത്തുള്ള പുതപ്പ് ഒന്നും അങ്ങോട്ടും ആക്കാൻ കൈ അനക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. ഓരോരുത്തർ വന്ന് പുതപ്പിച്ച് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. കൈ ഇളകാത്ത ആൾക്കാർ, കാലിളകാത്ത ആൾക്കാർ, ശരീരത്തിന് മുറിവേറ്റ മനസ്സിന്, അല്ലേ? ഒരാൾ വന്നിട്ട് എൻ്റെ കൺസൾട്ടേഷൻ ഞാൻ പരിശോധിക്കുന്ന റൂം എന്നല്ലേ, എൻ്റെ അപ്പുറത്ത് മാനസിക രോഗത്തിൻ്റെ ഡോക്ടറാണ്, 2 റൂം അപ്പുറപ്പുറമല്ലേ. അപ്പോൾ ചിലപ്പോൾ മാറിയാണ്ട് രോഗികൾ എൻ്റെ അടുത്തേക്ക് വരും. ശരി, ഈ റൂം മാറിയാണ്ടേ. അപ്പോൾ ഒരുത്തം വന്ന് ഇരുന്നാണ്ട് പറയാണ്, ഞാൻ അപ്പം നമ്മൾ എൻ്റെ അടുത്തേക്ക് സാധാരണ മുട്ടുവേന, ഊരവേന, പെരടി വേന, തരിപ്പ് കജ്ജുംകാല്, തരിപ്പ് കടച്ചിലിട്ട് ആൾക്കാർ വരിക. അപ്പോൾ ഒരുത്തം വന്നിരുന്നാണ്ട് എന്നോട് പറയാണ്, ഡോക്ടറെ മനസ്സ് മോഷണം പോവാണ്. മനസ്സ് മോഷണം പോവാ? നിങ്ങൾ കേട്ടിക്കണം അങ്ങനെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനിങ്ങനെ അന്തം വിട്ട്, മനസ്സ് മോഷണം പോയി. ആ ഡോക്ടറെ, ഞാൻ വിചാരിച്ചതൊക്കെ ഒരു മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ വാപ്പാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ ചിന്തിക്കണമൊക്കെ വാപ്പാക്ക് മനസ്സിലാവേണ്ടി പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? അത് നമ്മൾ വിചാരിക്കണതൊക്കെ വേറെയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അതൊരു മാനസികമാണ്, അതൊരു അസുഖമാണ്. പറയാ ഓടി ഇരുന്നുണ്ട്, സമാധാനം കിട്ടണില്ല. അപ്പം ഇങ്ങനെയൊക്കെ രോഗികളുണ്ട്. ഇതൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ. നമുക്ക് അങ്ങനത്തെ ഒരു ഭ്രാന്തൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ. നമ്മളെന്താ, അപ്പോൾ നമ്മൾ താരതമ്യം നിർത്തുക. നമ്മളെന്താ പറയുക, ഉള്ളത് ആലോചിക്കുക. എത്രയോ നമുക്കുണ്ട്, അല്ലേ? നല്ല 2 കിഡ്നി ഉണ്ട്, നമുക്ക് ഡയാലിസിസ് ഒന്നും വേണ്ടല്ലോ, കണ്ണുണ്ട്, അല്ലേ? തിമിരല്ല, കാണുന്നുണ്ട്, കാഴ്ച ഉണ്ടെന്ന് ചെന്നാൽ തിന്നാണ്ട്, രാവിലെ ഉണ്ട്, കടന്നുറങ്ങാൻ ഒരു സ്ഥലമുണ്ട്, അത്യാവശ്യമുള്ളൊരു പഴയതാണെങ്കിൽ ഒരു വണ്ടിയില്ലേ. ഇതൊക്കെ അല്ലേ അൽഹംദുലില്ലാ. ഇതൊന്നും ഇല്ലാത്തത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഉള്ളതിങ്ങനെ ആലോചിക്കുക, അതിനിങ്ങനെ ശുക്ർ ചെയ്യ്. ഇൻ ശക്കർത്തും ല അസീദന്നക്കും. അതിങ്ങനെ പടച്ചോൻ ഇട്ടുതരും.
മറ്റില്ല പോരാ എത്താപ്പോ തന്നുള്ളൂ കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞാന്തരങ്ങൾ പിശാച് നമ്മൾ നിരാശയിലേക്ക് കൊണ്ടിട്ട് പടച്ചോൻ്റെ അടുത്ത് ഇങ്ങനെ അകറ്റി കൊണ്ടുപോകും. അത് പിശാചിൻ്റെ തന്ത്രമാണ്. പിശാചിൻ്റെ നിരാശ ഉണ്ടാക്കുക എന്നുള്ളത്. ഇബ്ലീസ് എന്നുള്ള പേരെന്നതാണ് അൽബസ, നിരാശപ്പെടുത്തും. അപ്പോൾ നിരാശ പാടില്ല വിശ്വാസിക്ക്, പ്രതീക്ഷ മാത്രമേ പാടുള്ളൂ. എത്തിനത് ഇവിടെയൊക്കെ കുറച്ചുള്ള ഈ സൗകര്യങ്ങളൊക്കെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ പടച്ചോൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളും എന്ന് പറഞ്ഞാൽ അത് കാലാകാലമാണ്, ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഏത് ടൂർ പോയി നോക്കി, ശനി ഞായറും കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഓഫീസിൽ പോകണം. അവിടുന്ന് പെട്ടി എന്താണ് ഒക്കെ പറിച്ചിട്ട് പോരണ അവിടുന്ന്. അത് വല്ലാത്ത ഇടങ്ങേറന്നെയാണ്. നമ്മൾ എന്ത് ടൂർ പോയി കഴിഞ്ഞാലും ആ പോരിനെന്നൊരു ഇടങ്ങേറന്നെ. കുട്ടികൾ പറയും ഒരു ദിവസം കൂടി നിൽക്കാന്ന്. നമുക്ക് തോന്നും ഇവിടെ തന്നെ നിന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പെരെടുത്താലോ എന്നൊക്കെ തോന്നും. അതന്നെ ചങ്ങന്മാരെ സ്വർഗം. ഇവിടെ നിങ്ങൾക്ക് ഊട്ടി പോയിട്ടും കൊടൈക്കനാൽ പോയിട്ട് അങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അടുത്തും ആ പച്ചപ്പിൻ്റെ അടുത്തും ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ ഒരു പെരണ്ടായിന്ന് ഇങ്ങനെ തോന്നൂലേ? അതന്നെയാണ് സ്വർഗം. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. അവിടെ കാലാകാലാണ്. അവിടെ ഞായറാഴ്ച വൈകുന്നേരം വെക്കേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമല്ല. അവിടെ കാലാകാലാണ്. അവിടെ പിന്നെ അസുഖമില്ല, അറ്റാക്കില്ല, കൊളസ്ട്രോൾ നോക്കണ്ട, ഷുഗർ നോക്കണ്ട, ചെക്കപ്പിന് പോകണ്ട, ആൻജിയോപ്ലാസ്റ്റി നോക്കണ്ട. വലിയൊരു പൈസക്കാരനെ കാണാൻ പോയി ഞാൻ, പിരിവിന് പോയതാണ്. അപ്പോൾ മൂപ്പരെന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇൻസുലിൻ്റെ ഇത് വെച്ചേക്കാണ്, അതായത് ഷുഗർ നോക്കാൻ ഇവിടെ ഒരു സാധനം വെച്ചേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഫോൺ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ ഷുഗർ തീ കാണിക്കും. അപ്പോൾ ചോറ് കഴിക്കാൻ നേരമാകുമ്പോൾ ഇങ്ങനെ മൂപ്പര് ഈ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ തീക്ക് നോക്കും. അപ്പോൾ എന്താ നിങ്ങൾ 320. ഇനിയിപ്പോൾ എന്ത് ചോറാ വെയിച്ചാൽ. അപ്പോൾ എന്നോട് അദ്ദേഹം പറയാണ് 320 ചിലപ്പം കാണും. അപ്പോൾ ഞാൻ മൂപ്പര് വലിയ മലയാളിയാണ്. അപ്പോൾ മൂപ്പര് റൂമിൽ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ ജിമ്മുണ്ട് പെരയിൽ, ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി നോക്കും. അപ്പോൾ 140. കുറച്ച് കക്കരിക്കും വെള്ളം കുടിച്ച് കടന്നുറക്കും. സഹോദരങ്ങളെ, വലിയ വലിയ വരുമാനമുള്ള ആൾക്കാരുടെ അവസ്ഥ ഇത്. നിങ്ങളൊന്നിൽ മന്തിയൊക്കെ തിന്ന് സുഖമായിട്ട് ഏമ്പൊക്കെ വിട്ട് കടന്നുറങ്ങാൻ പറ്റില്ലേ? ഉള്ളിൽ അൽഹംദുലില്ലാ പറഞ്ഞോളി സഹോദരൻ. അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അതാണ് ജീവിതം. ഉള്ളിൽ അൽഹംദുലില്ലാ പറയാൻ പഠിച്ചോ, എന്നാൽ ടെൻഷൻ പരമാവധി കുറവേക്കാരം. എല്ലാത്തിനെ പറ്റി ആലോചിച്ച് ടെൻഷനായോ ടെൻഷൻ കൂടും ചെയ്യും, പടച്ചോൽ നകന്നു പോവുകയും ചെയ്യും. മറ്റേത് പടച്ചോ പിന്നെ ഇങ്ങനെ തരും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തു പോണ തെറ്റുകളെ നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും, നിങ്ങൾ നല്ല ഓർത്തോളി, പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും ആ പാപങ്ങളിലെ നിലപാട് ഗൗരവമുള്ളതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു തെറ്റെന്ന് പറയുമ്പം. അപ്പോൾ ചെറിയ തെറ്റെന്നെയാണെങ്കിലും ആ തെറ്റെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെയും ധിക്കരിക്കൽ തന്നെയാണ്. അത് ചെറിയ തെറ്റാണെങ്കിലും. അത് കുറേ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, തെറ്റിൻ്റെ ഒരു ഗൗരവം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ വലിയ തെറ്റ് നമുക്കൊരു പ്രശ്നമില്ലാന്ന് തോന്നും. വലിയ തെറ്റ് ചെയ്താലൊരു പ്രശ്നം എന്താ പറയുക, ആദ്യമൊക്കെ മനസ്സിനൊരു കുത്തലുണ്ടാവും. പിന്നെ നമ്മൾ തെറ്റിനെ ന്യായീകരിക്കാൻ തുടങ്ങും. തെറ്റിനെ ന്യായീകരിക്കും. അതൊന്നൊരു വ്യഭിചാരമല്ല, അതൊന്നൊരു പലിശല്ല. അതൊക്കെ പലിശ. അപ്പോൾ അതൊക്കെ വട്ടിപ്പലിശക്കാണ് പലിശ അറിയാം. എഡ്യൂക്കേഷൻ ലോണിനും വീടിന് വാങ്ങണ ലോണിനും വണ്ടിക്ക് വാങ്ങണ 6%, 7% ലോണിനൊന്നും അന്ന് പലിശ എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ കൂട്ടുപലിശക്കാണ് പലിശ എന്ന് പറയാം. ഏത് പലിശ മുങ്ങിക്കിടക്കണോ പറയാണ്, ഓൻ്റെ ഈ ഭാരത്താണത്. അങ്ങനെ ദീന് പറയാം. അപ്പോൾ ആദ്യം എന്താ പറയുക, ആദ്യം എടുക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. പിന്നെ എടുത്ത് കുറേ പലിശ ആവും. പിന്നെ പറയും അതൊന്നിപ്പോൾ ഒരു പലിശ അല്ല എന്ന് പറയും. പലിശ വാങ്ങണേക്കാൾ ഗൗരവമാണ് പലിശ തെറ്റല്ല എന്ന് പറയാമെന്ന്. അത് കുഫറാണ്. പലിശ തെറ്റല്ല എന്ന് പറഞ്ഞാൽ കുഫറാണ്. പലിശ വാങ്ങിയാലേ പലിശ വാങ്ങണില്ല കുറ്റേ കിട്ടുള്ളൂ. മറ്റേത് കുഫറാണ്. കുഫർ ഷിർക്കിലേക്ക് എത്തിക്കും, ഷിർക്ക് നരകത്തിലേക്കാണ് എത്തിക്കുക. അപ്പോൾ പാപങ്ങളെ നിസ്സാരമായൊരു വിശ്വാസി കാണാൻ പാടില്ല. കാരണം പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ ഗൗരവമുള്ളതാവും. നമ്മൾ കുറേ നുണ പറഞ്ഞ്, നമ്മൾ കുറേ തെറ്റ് ചെയ്തു, ആ തെറ്റ് മൂടി വെക്കാൻ വേണ്ടി അടുത്ത തെറ്റ് ചെയ്യും. അതിൽ നിന്ന് അടുത്ത തെറ്റിലേക്ക് പോകും. അവസാനം നമ്മൾ എവിടെ ചെന്നെത്താന്ന് ആ തെറ്റ് തുടങ്ങുമ്പോൾ നമുക്കറിയില്ല. ഒരു പാപം കാരണം നിനക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന അനന്തരഫലം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ പാപത്തിലേക്ക് പോകുമായിരുന്നില്ല എന്നാണ്. നമുക്കറിയില്ല. പാപങ്ങളുടെ അനന്തരഫലങ്ങൾ വളരെ ഗൗരവമുള്ള. ചോദിക്കി, ഒരു സുജൂദ് ചെയ്യാത്തതിനാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി മാറിയത്. ആദമിനൊരു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ സുജൂദ് എനിക്ക് പറ്റൂലായിരുന്നു. അതുകൊണ്ട് എന്താണ് ഒരു പാപം കൊണ്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുകയെന്ന് നമുക്കറിയാത്തത് കൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളെ നമ്മൾ കുറച്ചും കൂടി ഗൗരവമായി തന്നെ കാണണം.
പിന്നെ നമസ്കാരമാണ് അടുത്ത്. നമസ്കാരത്തെ നമ്മൾ അവഗണിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട, അള്ളാഹുവിൽ നമ്മൾ അകറ്റുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങൾ നോക്കി, നമ്മളെ ഫോണ് ആൾക്കാർക്ക് എപ്പോഴും ഒരാളെ കണ്ടപ്പോഴേ യാത്രയിലൊരു സുഹൃത്ത് ഭയങ്കര ടെൻഷൻ മൂപ്പർക്ക്. അപ്പോൾ എന്താ, ഫോണിൽ ചാർജ് കഴിഞ്ഞാണ് ഒരു പ്രശ്നം. ഫോണിൽ ചാർജ് കഴിഞ്ഞ് മൂപ്പർ ബേജാറാണ്. മൂപ്പരെ ചാർജർ മൂപ്പർ എടുത്തിട്ടില്ല, മൂപ്പരെ പറ്റിയ ചാർജർ ഒപ്പമുള്ളവരപ്പം എല്ലാം കഴിഞ്ഞില്ലേ, ജീവിതം പോയി സഹോദരങ്ങളെ. മൊബൈലിൽ ചാർജ് കഴിഞ്ഞ് ആ ചാർജ് ചെയ്യാനൊരു സംവിധാനം കൂടി ഇല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ്. അതേപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിൻ്റെ ഹൃദയത്തിൻ്റെ ചാർജറാണ് നിസ്കാരം എന്ന്. തീരെ ബാറ്ററി ഇല്ല, നമ്മളെ ഹൃദയത്തിൻ്റെ ബാറ്ററി വളരെ വീക്കാണ്. അതുകൊണ്ട് 5 നേരമെങ്കിലും ഇത് കുത്തിവെക്കണം. 5 നേരം കുത്തിവെച്ചാലേ ഇത് കുറച്ചെങ്കിലും ഒന്ന് വിളിച്ചാൻ പറ്റുള്ളൂ. കുറച്ചെങ്കിലും നമ്മളെ ഫോണിൽ ഹൃദയത്തിൽ ചാർജ് നിൽക്കണമെങ്കിൽ നിങ്ങളാഴ്ചക്ക് 50 നേരം കുത്താൻ വേണ്ടിയിട്ടാണ് മൂസാ നബി അള്ളാഹുവിൻ്റെ റസൂൽ താഴത്തേക്ക് ഇറങ്ങിയെന്ന്, ഇറച്ചി പോയി കാണും മേലെ നിന്ന് ഇറങ്ങിയെന്ന്. 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി കൊണ്ടുവന്ന് അത് 9 നടന്നിട്ട് 5 നേരം കുത്തലാക്കിയത്. ആ 5 നേരം നമ്മൾ ചാർജ് ചെയ്യണം. 5 നേരം നമ്മൾ ചാർജ് ചെയ്യണം. ആ ചാർജ് സഹോദരങ്ങളെ, അത് നമ്മൾ മര്യാദ നിസ്കാരം കൃത്യമായിട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൻ്റെ ബാറ്ററി പോവും, നമ്മൾ ഹൃദയം വീക്കാവും, നമ്മളെ ഹൃദയത്തിൽ കാര്യങ്ങൾ കയറാതാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ 5 നേരം ആണാണോ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അത് ജോലി സ്ഥലത്താണെങ്കിൽ എവിടെ അതിനുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കണം, അതിന് നമ്മൾ പ്രയോറിറ്റി നൽകണം. ഇന്നിപ്പോൾ നാളെ സുബൈന് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അടുത്ത ളുഹർ ജമാഅത്ത് കൂടെ എന്നുള്ളതാണ്. അതിനൊരു കൃത്യമായൊരു യാത്രയാണോ എന്താണ് അതിനൊരു പ്ലാൻ നമ്മൾ എൻ്റെ ളുഹർ എവിടെ ആയിരിക്കും, കൃത്യമായൊരു പ്ലാന് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കും. എൻ്റെ അസ്ർ ഇവിടെ ആയിരിക്കും, എൻ്റെ മഗ്രിബ് ഇവിടെ ആയിരിക്കും, എൻ്റെ ഇന്നത്തെ ഇശാ ജമാഅത്ത് ഇവിടെ ആയിരിക്കും. അത് കൃത്യമായിരിക്കണം. ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും എന്തുള്ളൂ, എന്നാൽ ഈ പടച്ചോൻ്റെ ഈ മയ്യത്തുണ്ടല്ലോ, എൻ്റെ അപ്പൻ്റെ റബ്ബുണ്ട് നമ്മൾ ഈ പറയണ്ടല്ലോ, ആ റബ്ബ് ഉണ്ടാവുകയുള്ളൂ. ലഇൻ അഖംതുമു സ്വലാത്തന സൂറത്തു മായിദയിൽ ബനൂ ഇസ്രായേലോട് അള്ളാഹു പറയുന്നൊരു ആയത്തുണ്ട്. 12ാമത്തെ ആയത്താണ് എൻ്റെ ഓർമ്മ, ഇനി തെറ്റുണ്ടോ അറിയില്ല, ഒന്ന് പോയി ഓതൊക്കെണ്ടി. ബനൂ ഇസ്രായേലിനോട് പടച്ചോൻ പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഇനി മഅക്കും. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഇൻ അഖംതുമു സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു 3-4 കാര്യം പറയുന്നുണ്ട്. ആ കാര്യം ഇന്ന് തന്നെ പോയിട്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. നിസ്കാരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിസ്കാരം തന്നെയാണ്. പിന്നെ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെന്താണ് നന്ദി കാണിക്കുക എന്നുള്ളത്. നന്ദി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ഫാത്തിഹ തുടക്കുമ്പം തന്നെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീനാണ് എൻ്റെ സർവ്വ ഹംദുകളും എന്ന് പറയുമ്പോൾ, സ്തുതികളെന്ന് പറയുമ്പം അള്ളാഹുവിനെ വാഴ്ത്താണ്. ഞാൻ ഈ നിൽക്കുന്നത് എത്ര മസിലുകൾ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് അറിയങ്ങൾ. എനിക്കൊരു തലച്ചോറിൽ ചെറിയൊരു രക്തക്കോയിൽ ബ്ലോക്കായാൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ എന്നെന്ത് ചെയ്യണം, എന്നെ പിടിച്ചു കൊണ്ടുവരണം. എത്ര ആളുകളാണ് സ്ട്രോക്ക് സംഭവിച്ചിട്ട്. നിങ്ങൾ ഫിസിയോതെറാപ്പിയിൽ പോയി നോക്കി, പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചാൻ ആ നേരത്ത് വല്യാപ്പാക്കും വല്യമാക്കും വരുന്ന സാധനമാണ് സ്ട്രോക്ക്. ഇന്ന് 37, 35, 40, 45 വയസ്സായ ആൾക്കാർക്കാണ് സ്ട്രോക്ക് വരുന്നത്, അറ്റാക്ക് വരുന്നത്. പണ്ട് മരിച്ചാന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ മരിച്ചാന്ന് പറയുമ്പോൾ നമുക്ക് സമയമായിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം മരിച്ചവരൊക്കെ വയസ്സന്മാരായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് ചെറുപ്പക്കാർക്കാണ് അറ്റാക്ക്, സ്ട്രോക്ക്, മരണം. അല്ലേ, ജിമ്മിൽ മരിച്ച, കളിൻ്റെ അടിയിൽ മരിച്ച, ജോലിൻ്റെ അടിയിൽ മരിക്കുക, ഓടിൻ്റെ അടിയിൽ മരിക്കുക. ഇത് 50 കിലോമീറ്ററൊക്കെ മാരത്തോൺ ഓടിക്കാണ്ട് ആൾ വന്ന് കഴിഞ്ഞാണ് മുക്കുക. എന്താ ശരീരം, എന്താ പളുങ്ക് പോലത്തെ ശരീരം, ഒന്നുമില്ലാണ്ട് കിടക്കുക, ഓട്ടത്തിൻ്റെ അടിയാണ് കിടക്കാൻ മരിച്ച. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും മരിക്കുക എന്നുള്ളൊരു ബോധം ഒന്നും ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ടൊക്കെ അതൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാ തോന്നിയാസം കാട്ടി ഒരു ഹജ്ജും ചെയ്തിട്ടല്ലേ മരിച്ചുള്ളൂ എന്നാണ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഹജ്ജിനൊന്നിനും ഉംറക്ക് ഒന്നിനും കിട്ടൂല. ഇപ്പോൾ ഒരു ചാൻസും കിട്ടാൻ ചാൻസ് ഇല്ല. അക്കോലത്തിലാണ് ആൾക്കാരുടെ ജീവിതം. കാരണം വലിയ ഷവായക്കാണ്ട് ഒന്നല്ല തിന്നണ്. ഒരു കോയിൻ്റെ കുറക് 2-3 കഷ്ണാക്കി തിന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒരു കോയിനെ 2-3 ആൾക്കാർ കൂടിയാണ്ട് ഓരോ കോയിനൊക്കെ തിന്നണത്.
അതുകൊണ്ട് പറയാൻ പറ്റൂല അറ്റാക്ക് 60 അറ്റാക്ക് 30 എത്തിക്കണ് 12 കൊല ഇപ്പോൾ 20ക്കും 25ക്കൊക്കെ അറ്റാക്ക് വന്നിക്കണ്. കാരണം ഒരു പുരുഷായുസിൽ തിന്നേണ്ട കോഴി ഒരു 5 കൊല്ലം കൊണ്ടൊക്കെ തിന്ന് തീർക്കല്ലേ. അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം ഏത് സമയത്തും വരും, മരണം ഏത് സമയത്തും വരും. അപ്പോൾ എന്താ അത് അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിച്ച് അള്ളാഹു അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മൾ ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ പോയാൽ 37, 35, 45 വയസ്സുള്ള ആൾക്കാർ പെണ്ണുങ്ങൾ ഇമ്മാൻ്റെയൊക്കെ കൈ പിടിച്ച് ഇപ്പോൾ സ്ഥിരമായിട്ട് ഫിസിയോതെറാപ്പിക്ക് വരുന്ന ഒരാളെ കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നീന്ന്, ഇപ്പം ഉമ്മാൻ്റെ അപ്പ വരുന്നു. അപ്പോൾ എന്താ വെച്ചപ്പോൾ എത്ര വെച്ചിട്ട് അപ്പോൾ പെണ്ണുങ്ങൾ കൊണ്ടുവരിക, പെണ്ണുങ്ങളിപ്പോൾ ചെറിയൊരു പണിക്കുമുണ്ട്, പെണ്ണുങ്ങൾ പണിക്കുമുണ്ട്. കാരണം പണിക്ക് നയിച്ചുകൊണ്ടിരാൻ ആളില്ല, പെണ്ണുങ്ങൾ ജോലിക്ക് പോവുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഉമ്മയാണ് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ സഹോദരങ്ങൾ ഇത് ആ പറഞ്ഞ ആൾ നാളെ നമ്മളായി മാറും. ഇതൊക്കെ ആർക്കും വരാം. അതുകൊണ്ടുള്ള സമയത്ത് സഹോദരങ്ങളെ ഇതിലൊക്കെ നന്ദി കാണിച്ച്, അതുകൊണ്ട് ഇങ്ങനെ ഈ പളുങ്കി നമ്മൾ നടക്കണ്ടല്ലോ, ഇനി ഒന്നുമില്ല ഈ തുണിയും കുപ്പായിട്ട് കാണ്ട് നമുക്ക് 2 കാലും അങ്ങനെ നടന്ന് ഒരാളോട് മര്യാദയ്ക്കൊന്ന് വർത്താനം പറയാൻ പറ്റില്ലേ, അതന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നമുക്ക് മനസ്സിലാകാത്ത എന്താ നിങ്ങൾ, അതിന് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തർ 10 മിനിറ്റ് പോയി ഇരുന്നാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് പടച്ചോൻ തിന്നുകണെന്ന്. അതുകൊണ്ട് തെന്നിനെ പറ്റി ആലോചിക്കുക, ഉള്ളിനെ പറ്റി ആലോചിക്കുക, ഇല്ലാത്തിനെ പറ്റി പറയില്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളത് അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞത് പെരയ്ക്ക് പോകും. നിങ്ങൾ കുറേ പ്രശ്നങ്ങളായിട്ട് അതിന് പരിഹാരം ഉണ്ടോ നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. ഈ ഒരു വയല് കേട്ടവൻ എൻ്റെ എല്ലാ പ്രശ്നവും തീരും വിചാരിച്ച് പോകുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ പ്രശ്നവും തിരിച്ചു പോകുമ്പോഴും അതേമാതിരി നിങ്ങളപ്പം ഉണ്ടാവും. ഒന്നും ഞാൻ ഏറ്റെടുക്കണില്ല, ഒന്നും ഞാൻ ഏറ്റെടുക്കില്ല. പക്ഷെ എന്താ നിങ്ങൾ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം പടച്ചോൻ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഹക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹക്ക് അങ്ങനെയാണെങ്കിൽ അള്ളാൻ്റെ റസൂലിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന്. ഈ ലോകത്തെ ഏറ്റവും മുത്തുമണി ആരാണ്? അള്ളാൻ്റെ റസൂലാണ്. അള്ളാൻ്റെ റസൂൽ യതീമായിട്ടാണ് ജനിച്ചത്. 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, 8ാമത്തെ വയസ്സിൽ വല്യാപ്പ മരിച്ചു. ദരിദ്രനായിട്ടാണ് ജീവിച്ചത്, ദരിദ്രനായിട്ട് അല്ലേ. ഈത്തപ്പനൻ്റെ ഓലൻ്റെ പാട് റസൂലിൻ്റെ പുറത്ത് കടന്ന് നീച്ചുമ്പോൾ, ഇപ്പം പണ്ടത്തോലും കണ്ടിട്ടുണ്ടാവും ആ പാടൊക്കെ. നമ്മൾ പായി കടന്ന് നീച്ചാൽ ആ ഓലൻ്റെ അടിയാളാണ്. ഇപ്പോഴത്തെ കുട്ടികളെ കണ്ടുകിടന്നാവും. പരുത്ത ഈത്തപ്പനൻ്റെ പായിൻ്റെ പാട് റസൂലിൻ്റെ പുറത്ത് കണ്ടിട്ട് സാബത്ത് ചോദിച്ചിരുന്നു, ഒരു കടക്കുണ്ടാക്കി തരട്ടെ അല്ലേ. 6 കുട്ടികൾ ചെറുപ്പത്തിലെ മരിച്ചു പോയ ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ജനിക്കുമ്പോൾ 6 കുട്ടികളെ മരിച്ചു പോയേക്കുക അല്ലേ. ഭാര്യ മരിച്ചു. ഭാര്യ എന്നാലും ആ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഭാര്യ നഷ്ടപ്പെടുക. ഒപ്പം 42 കൊല്ലം നിഴലായി ജീവിച്ച അബൂ ത്വാലിബ് ആ പ്രതിസന്ധിയിൽ മരിക്കാന്ന് മാത്രമല്ല മുസ്ലിം അല്ലാതെ മരിച്ചു പോകുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. 42 വർഷം ഒരു പ്രവാചകൻ്റെ കൂടെ ജീവിച്ചിട്ട് ആ പ്രവാചകൻ്റെ സകല പ്രതിസന്ധിയിലും താങ്ങും തണലുമായിട്ട് ആ മൂത്താപ്പാക്ക്, ആ ബന്ധുവിന് ഹിദായത്ത് നൽകാൻ കഴിയാതെ കാഫിറായി മരിച്ചു പോണൊരു സാഹചര്യം നബിക്ക് എത്ര വിഷമുണ്ടാക്കിയിട്ടുണ്ടാവും. ആ നബി ഏറ്റവും സ്നേഹിച്ച നാട്ടുകാരും വീട്ടുകാരും നബിനെ ഉപദ്രവിക്കുന്നൊരു സാഹചര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക. നിസ്കരിക്കുമ്പോൾ കൊടൽമാല കൊണ്ടേക്കാണ്ട് കഴുത്തിൽ ചാർത്തുകയാണ് സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴുത്തിൽ ചാർത്തുകയാണ് അല്ലേ. അവസാനം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇത്രയും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകൻ. അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചകന്മാർ, ഇബ്രാഹിം നബി എന്തെല്ലാം പ്രതിസന്ധികളോട് ഇബ്രാഹിം നബി കടന്നു പോയത്. അയ്യൂബ് നബി, വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും അവർ അനുഭവിച്ച ത്യാഗങ്ങളാണ്, പ്രതിസന്ധികളാണ്, ത്യാഗങ്ങളാണ്. ഇതൊക്കെ എന്താണ്? പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതമല്ല അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളൊപ്പം ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾ ഈ ദീനിക്ക് കൂടുതൽ അടുത്തോ അള്ളാഹുവിനെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയോ നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങൾ കൂടേ ഉള്ളൂ, കുറയാൻ പോണില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയത് പ്രവാചകന്മാരാണ്. അള്ളാഹ്ക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? പൈസ അല്ല തരിക, എടങ്ങാറാണ് തരിക. സൗകര്യമല്ല തരിക, പ്രതിസന്ധികളാണ് തരിക. എന്തിനാണ് നിങ്ങൾക്ക്? എടങ്ങേറുള്ള പരീക്ഷ എഴുതിയാലാണ് നല്ല സ്ഥാനം കിട്ടുക അല്ലേ. ഏറ്റവും ടഫായ പരീക്ഷയിൽ പാസ്സായാലാണ് ഏറ്റവും വലിയ ശമ്പളം കിട്ടുക, ഏറ്റവും വലിയ ട്രോഫി കിട്ടുക, ഏറ്റവും വലിയ സ്ഥാനം കിട്ടുക. അപ്പോൾ തോൻ എടങ്ങേറ് തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
നമുക്ക് തോനെ പ്രൈസ് കിട്ടാണ്ട് എന്നാണ്, തോനെ സമ്മാനം കിട്ടാണ്ട് എന്നാണ്, വലിയ ദറജ നമ്മളെ കാത്തുക്കുണ്ടെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഏറ്റുവാങ്ങിയത് പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആൾക്കാരാണ്, സഹാബത്താണ്, അത് കഴിഞ്ഞ താബികളാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരിടങ്ങേറ് വരുമ്പോൾ എന്താ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പടച്ചോൻ നമ്മളെ സഹായിക്കണം. പടച്ചോൻ്റെ ദറജ ഉയർത്താൻ വേണ്ടി തന്നതാണ്. നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും ജിഹാദ് ചെയ്തിട്ടൊന്നും എന്നെക്കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പുരുഷായുസ് മുഴുവൻ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ 5 നേരം പള്ളി പോയി നമസ്കരിച്ചതിനേക്കാൾ ഒരു പക്ഷേ അതിനേക്കാൾ കൂലിണ്ടാവും. നമ്മൾ സ്ട്രോക്കായിട്ട് ഒരു പുതപ്പ് പോലും മാറ്റാൻ പറ്റാതെ നമ്മൾ കടന്ന് ആ സങ്കടപ്പെടുമ്പം നമുക്ക് കിട്ടാൻ പോണ കൂലിണ്ടല്ലോ, അത് പക്ഷേ നമ്മൾ നല്ല കാലത്ത് ഓടി നടന്ന് ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂലിയായിരിക്കും. നമ്മൾ ആ മനസ്സ് വിഷമിച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ച് ആ സ്ട്രോക്ക് അടിച്ച് കിടക്കുമ്പം ആ പുതപ്പ് പോലും മാറ്റാൻ പറ്റാതെ മൂത്രം പോലും ട്യൂബിലേക്ക് പോയിട്ട് നമ്മളിങ്ങനെ ആ കിടക്കുന്ന ഒരു കടത്തത്തിൽ നമുക്ക് കിട്ടുന്ന കൂലി അതിനേക്കാൾ വലിയ കൂലിയായിരിക്കും. പക്ഷെ എന്ത് വേണം? മനസ്സിൽ പടച്ചോൻ വേണം, മനസ്സിൽ പടച്ചോൻ വേണം. ഞാൻ സൗദിയിൽ പോയ സമയത്ത് ഒരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഒരു അറബിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം സ്ട്രോക്ക് കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി വരികയാണ്. അയാളെ വായിന്ന് വന്ന വാക്കുണ്ട്, അയാൾ സംസാരിക്കുമ്പോൾ അറബി പറയണം അൽഹംദുലില്ലാ. അയാൾക്ക് ഒരു വടി കുത്തിയിട്ടാണ് നടക്കണത്. അയാൾ പറഞ്ഞെന്താ നിങ്ങൾ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ വ്യാഴാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും നോമ്പൊക്കെ മുടങ്ങാതെ എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ സുന്നത്ത് നിസ്കാരം ഒക്കെ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മുടങ്ങാതെ നിർവഹിക്കുന്നുണ്ട്. ആ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടും തൗഫീക്ക് നൽകി എന്നത് വല്ലാത്തൊരു നിഅമത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ കാരുണ്യ സഹോദരങ്ങളെ, വലിയ വീട് തന്നു, വലിയ വണ്ടി തന്നു, നല്ല ജോലിയുള്ള മക്കളെ തന്നു എന്നതല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അവനെ ആരാധിക്കാനും അവനിൽ ഭരമേൽപ്പിച്ച് അവനെ സ്നേഹിച്ച് ജീവിക്കാനും ഒരായുസ്സു, ഒരാരോഗ്യവും ഒരു തൗഫീക്കും നിങ്ങൾക്ക് നൽകി എന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഈ സൗകര്യങ്ങളെക്കാളും സമ്പത്തിനേക്കാളും, ഈ സൗകര്യങ്ങളും സമ്പത്തിനേക്കാളൊക്കെ, ഈ സമ്പാദ്യത്തെക്കാളൊക്കെ എനിക്ക് വലുത് പ്രിയപ്പെട്ടത് ഈ ഒരു തൗഫീക്കാണ്. പടച്ചോനെ ആരാധിക്കാനുള്ള ആഫിയത്തും തൗഫീക്കും. അത് തിരിച്ചറിഞ്ഞ ഒരാൾ, അയാൾക്ക് ഒരു പ്രശ്നമല്ല. ആ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് ഒരു വിശ്വാസി ഉയരേണ്ടത്. അല്ലാതെ പ്രശ്നങ്ങൾ പോകുകയല്ല ചെയ്യുക, പ്രശ്നങ്ങൾ വലുതാകേ ഉള്ളൂ. ദീന് കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടുക ചെയ്യുക. പക്ഷെ എന്താ നിങ്ങൾ, ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ഈമാനും കരുത്തും പടച്ചോ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് നൽകും. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ പടച്ചോനെ ഉണ്ടാക്കാൻ പറ്റണം. അതിപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാകുക? അത് പടച്ചോനെ അറിയണം, പഠിക്കണം. ഖുർആൻ അതാണ്, ഹദീസ് അതാണ്, വഹി അതാണ്. നമ്മൾ ഗവേഷണം നടത്തിയ പടച്ചോനെ പറ്റി അറിയില്ല. അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ. അത് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അതിന് നമ്മൾ ക്ലാസ്സിൽ ചേരേണ്ടി വരും, അത് പഠിക്കേണ്ടി വരും, അത് ജീവിതത്തിൽ അമലാക്കി കൊണ്ടടക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ നിങ്ങൾ, നിരന്തരമായ ഒരു ബന്ധം, അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ഒരു ബന്ധം ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാവുമ്പം സഹോദരങ്ങൾ അത് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ പോകണം. ഖുർആൻ കേട്ടു, ഹദീസ് കേട്ടു, കുറേ ആയത്ത് കേട്ടു, എൻ്റെ കുറേ ബഡായി കേട്ടു, പലതും നിങ്ങൾ കേട്ടുപ്പോ. ഇനി എന്താ നിങ്ങൾ, ഇനി നമ്മൾ പെരീക്ക് പോവുകയാണ്. ഇനി ഇത് കേട്ടിട്ട് നമ്മളെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. ഇൽമു എന്ന് പറഞ്ഞാൽ അത് ഇൽമായി നിൽക്കാനുള്ള സാധനമല്ല, അത് അമലായിട്ട് പുറത്തേക്ക് വരണം. അത് നിലപാടുകളായിട്ട് ജീവിതത്തിൽ പുറത്തേക്ക് വരണം. അത് വാക്കിലൂടെ വരും. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിലൂടെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിലൂടെ, ഹൃദയം തട്ടി ഒരു അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ അത് വാക്കുകളായി പുറത്തേക്ക് വരും. അത് ചിന്തകളായി നമ്മളെ മനസ്സിൽ സമാധാനം കോരിയിട്ട് തരും. അത് കർമ്മങ്ങളായി അത് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളായിട്ട് മാറും. കൂടെ ജീവിക്കുന്ന സഹജീവികൾക്ക് കാരുണ്യമായിട്ട് വരും. നമ്മളെ ഭാര്യയോട് നല്ലൊരു സംസാരം, മക്കളോട് നല്ലൊരു പെരുമാറ്റം. വാപ്പ മാറിയല്ലോ, വാപ്പ ഒരു ചൂടനായിരുന്നു, വാപ്പ മാറി, എന്ത് പറ്റി? വാപ്പ മാറി, വാപ്പാക്ക് പഴയ ദേഷ്യമല്ലപ്പോൾ, മൂപ്പർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിക്കണപ്പോൾ. അങ്ങനെ അതാണ് ഇൽമ്. ഒരാൾക്ക് വഹി നൽകേണ്ട മാറ്റം അതാണ്. ജീവിതത്തിൽ മാറാൻ സാധിക്കണം. അത് നിലപാടെടുക്കുന്നതിലൂടെ,
ആളുകളോട് ഇടപഴകുന്നതിലൂടെ, ആളുകളോട് സംസാരിക്കുന്നതിലൂടെ, വാക്കിലൂടെ വരണം, പ്രവൃത്തിയിലൂടെ വരണം, നിശബ്ദതയിലൂടെ. ചില സ്ഥലത്ത് മുണ്ടാതെക്കേണ്ടി വരും, ചില സ്ഥലത്ത് നമ്മൾ മിണ്ടാതെക്കേണ്ടി വരും. അതൊക്കെ സഹോദരങ്ങളെ ചില സ്ഥലത്ത് നമ്മൾ പറയേണ്ടി വരും, ചില സമയത്ത് നമ്മൾ ഒച്ചുണ്ടാക്കേണ്ടി വരും, ചില സമയത്ത് മുണ്ടാതെക്കേണ്ടി വരും. അതൊക്കെ എന്താണ്? ചില സ്ഥലത്ത് നമ്മൾ കണ്ണുരുട്ടേണ്ടി വരും. അതൊക്കെ എന്താണ്? അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ ജീവിതത്തിൽ പ്രിയപ്പെട്ടതായി മാറിയപ്പോഴാണ് ഈ അറിവ് നമുക്ക് കിട്ടും. നബി ആരാണെന്ന് പറയുമ്പോഴാണ്, അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ഈ ദീനി നമുക്ക് പഠിക്കുമ്പോഴാണ്, അത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നബിമാരുടെ ജീവിതം, ഈ പറഞ്ഞ ഈ യാക്കൂബ് നബിൻ്റെ ജീവിതം, യൂസുഫ് നബിൻ്റെ ജീവിതം, മൂസാ നബിൻ്റെ ജീവിതം, അയ്യൂബ് നബിൻ്റെ ജീവിതം, യൂനുസ് നബിൻ്റെ ജീവിതം, എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആൻ പറയുമ്പം അതിലൊക്കെ വലിയ മെസ്സേജ് ഉണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ കരഞ്ഞ യാക്കൂബ് നബി, മക്കൾ നഷ്ടപ്പെട്ട്, എന്താണ് അത് നൽകുന്ന മെസ്സേജ്? എന്താണ്? തിരിച്ച് പടച്ചോൻ നൽകണ്. ബിന്യാമീനെയും യൂസുഫിനെയും അള്ളാഹു തിരിച്ച് യാക്കൂബ് നബിക്ക് നൽകി. കാഴ്ച നഷ്ടപ്പെട്ടു പോയി കരഞ്ഞ് കരഞ്ഞ്. പക്ഷേ അവസാനം ആ മക്കളെ തിരിച്ചു നൽകുന്ന വലിയൊരു കാഴ്ച ഉണ്ട് അല്ലേ? ആ സൂറത്ത് യൂസുഫ് അവസാനം അതിൻ്റെ സന്തോഷം എന്താണ്? ആ മക്കൾ അവസാനം തിരിച്ചു കിട്ടണേ. യൂസുഫ് നബി അലൈഹി സ്വലാം കടന്നുപോയ പ്രതിസന്ധികൾ അല്ലേ? ആ സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലെറിയാൻ. ആലോചിച്ച് ആരാണ് കൊണ്ടിരുന്നത്? ശത്രുക്കളല്ല, കൂടപ്പിറപ്പുകൾ. ഒരേ ഉമ്മാൻ്റെ വയറ്റിൽ അല്ലെങ്കിൽ ഒരേ രക്തത്തിൽ പിറന്ന എന്താണ് കൂടപ്പിറപ്പുകൾ കിണറ്റിലെറിയുക. എന്നിട്ട് അവിടുന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുക. എന്നിട്ടോ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് താമസിക്കുക, അവിടെ വളർത്തപ്പെടുക. എന്നിട്ടോ അവിടെ ലൈംഗികാരോപണത്തിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെടുക, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ. അത് ഏറ്റവും നല്ല യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ, ഒരു ദീർഘമായ കാലഘട്ടം. എന്നിട്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി തിരിച്ചു വരിക. തെറ്റ് ചെയ്ത ആളുകളൊക്കെ സ്വന്തം കാൽ കീഴിൽ വന്ന് മാപ്പ് ചോദിക്കുക. ഒരു നീണ്ട ഇടവേള ക്ഷമയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വലിയൊരു തുറവി ജീവിതത്തിൽ നൽകുമെന്നുള്ള, ക്ഷമിച്ച് നിന്നാൽ എന്ത് ചെയ്യും? അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ക്ഷമിച്ച് നിന്നാൽ അള്ളാഹു വലിയൊരു എക്സിറ്റ്, ഏത് പ്രതിസന്ധിയിലും വലിയൊരു തുറവി നൽകുമെന്നാണ് സൂറത്ത് യൂസുഫ് നബിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയും പടച്ചോനെ പറ്റി പരാതി പറയരുത്. എന്നെങ്ങനെ ആക്കിയല്ലോ, എന്നോട് എന്താ ഇങ്ങനെ കാട്ടുന്നത്, ഇച്ചെന്നും ഇടങ്ങേറാണല്ലോ, ഇങ്ങനെ നേരക്കെ തിരിഞ്ഞേക്കാണല്ലോ പടച്ചോനേജ്. അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി, നീ താക്കാത്ത ഇങ്ങോട്ട് പോകുന്നു, ഉള്ളൊക്കെ പെണ്ണുങ്ങളെ വണ്ടം വിറ്റ് അവിടെ ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങി, അതും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ്, എൻ്റെ നേരത്തേക്ക് തിരിഞ്ഞേക്കാണല്ലോ. പടച്ചോൻ ആരെ നേർക്കും തിരിയില്ല സഹോദരങ്ങളെ. പടച്ചോൻ തിരിഞ്ഞ എന്തിനാണ്? നിങ്ങളെ സ്വർഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എന്ത് ചെയ്യണം? നമ്മൾ കാണിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ വിഷമിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ അമലായി മാറ്റുക. ഫസ്തഖിം കമാ ഉമിർത, ഇസ്തിഖാമത്താണ്. അത് ഇന്നൊന്ന് ഇപ്പോൾ ഈ വയലിന് കേട്ട് പോയിട്ട് ഇന്ന് നാളെയും ചെയ്താൽ പോരാ, മരിക്കുന്നത് വരെ അതിൽ ഇസ്തിഖാമത്തോടു കൂടി നിൽക്കാൻ പറ്റണം. പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം, അവസാന ശ്വാസം വരെ അല്ലേ? അതായത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുമായിരുന്നു എന്നാണ്, എന്ത്? സ്വർഗത്തിൽ എൻ്റെ 2 കാലും ഞാൻ കാണുന്നത് വരെ എന്താണ്? ഇബ്ലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിച്ചണമെന്നാണ്. ഇബ്ലീസ് നമ്മളെ പ്രേപ്പിക്കാൻ നോക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. സ്വർഗത്തിൽ 2 കാലൂണ് കണ്ടാലേ നമ്മൾ സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ ഈ പണിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ 1 ദിവസം 2 ദിവസം നിർത്തി പോകാൻ പറ്റില്ല. മുസ്ലിമായി തന്നെ നമ്മൾ മരിക്കണം. അതിന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിന്നോട് പ്രാർത്ഥിക്കാനും നിന്നെ ആരാധിക്കാനുള്ളൊരു തൗഫീക്ക് നീ എനിക്ക് തരണമെന്ന് നമ്മൾ പടച്ചവനോട് നിരന്തരം ചോദിക്കണം. എന്നാലേ അങ്ങനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തൗഫീക്ക് പടച്ചവൻ നമുക്ക് തരുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇതൊക്കെ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ ചെറിയൊരു സംസാരത്തിലൂടെ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധികളെയും ഒരു വിശ്വാസിക്ക് നിസ്സാരമാക്കാൻ കഴിയുന്ന വലിയ ഒരു പവർ, ഒരു ശക്തി അള്ളാഹു ഈ ഒരു വഹിയിലൂടെ മനുഷ്യന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അത് റബ്ബിനെ അറിയലാണ്, ആ റബ്ബിനെ മനസ്സിലാക്കലാണ്, ഈ ദീൻ പഠിക്കലാണ്. എന്നിട്ട് അതിൽ ആ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിതത്തിൽ അള്ളാഹുവിനേക്കാൾ മറ്റൊന്നിനും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് മാതാപിതാക്കളോടല്ല, ഭാര്യയോടല്ല, മക്കളോടല്ല, അള്ളാഹിനോടും റസൂലിനോടാണ്. അതുണ്ടായ കാര്യങ്ങളൊക്കെ നേരെ വൈക്കണ് വരും. അപ്പോൾ ദീന് പഠിക്കുക, മനസ്സിലാക്കുക, അത് അമൽ ചെയ്യുക, അള്ളാഹിനെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുക സഹോദരങ്ങളെ. അത് നെഞ്ചോട് ചേർത്ത് വെച്ച് അങ്ങനത്തെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ വരും. പക്ഷെ എന്താ പറയുക, ആ പ്രശ്നത്തിലൊക്കെ ഒരു സുഖം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്
ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.